മറ്റൊരു വാർത്ത, നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട പുനരന്വേഷണത്തിന് അനുമതി പോലീസിന്റെ അപേക്ഷ വിചാരണ കോടതി അനുവദിച്ചു എന്നുള്ളതാണ്. കമലേഷാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. കമലേഷ്, പോലീസിന്റെ അപേക്ഷ കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. എന്താണ് കോടതിയുടെ തീരുമാനം? ഫിജി തിരുവനന്തപുരം CJM കോടതിയാണ് ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഉപാധികളോടെ ഈ നിയമസഭാ കയ്യാങ്കളി കേസ് തുടരന്വേഷണം നടത്തണം എന്ന ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. ഇതിൽ രണ്ട് മാസത്തിനുള്ളിൽ ഇതിന്റെ അതായത് അന്വേഷണം പൂർത്തിയാക്കണം. അതോടൊപ്പം ഈ ഓരോ 3 ആഴ്ച കൂടുന്തോറും ഇതിന്റെ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം എന്നിവ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തുടരന്വേഷണത്തിന് തിരുവനന്തപുരം CJM കോടതി ഉത്തരവിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയിലാണ് കോടതിയുടെ ഈ നടപടി. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു തുടരന്വേഷണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാവും. ഇപ്പോൾ നിലവിൽ മന്ത്രിമാരൊക്കെ ആയിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ കേസിലെ പ്രതികളായി നിലവിലുള്ളത്. ഈ വിഷയത്തിൽ വലിയൊരു തിരിച്ചടി തന്നെ LDF നേതാക്കൾക്ക്, അതുപോലെ തന്നെ മന്ത്രിമാർക്ക്, MLA മാർക്കൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കോടതിയുടെ ഈ ഉത്തരവ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം, ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏത് നിലയിൽ ഇനി തുടർന്ന് അങ്ങോട്ട് അന്വേഷിക്കും എന്നുള്ളതാണ്. നിലവിലെ സർക്കാരിനെതിരായ ഒരു കേസായി തന്നെ ഈ കേസിനെ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ഏത് നിലയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് LDFന്റെ MLA മാർക്കെതിരായ കേസ് എന്നതിനൊപ്പം തന്നെ LDFന്റെ MLA മാരായിരുന്ന ജമീല പ്രകാശം, അതുപോലെ തന്നെ KK ലതിക എന്നിവർ തിരിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നൽകിയ ഒരു പരാതിയുമുണ്ട്. അന്ന് ഈ വിഷയം നടക്കുമ്പോൾ UDF സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 MLA മാരായിരുന്ന ആളുകളുടെ ഈ 2 പേരുടെയും പരാതി ആ നിലയിൽ അന്ന് പോലീസ് സ്റ്റേഷനിൽ എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കോടതിയെ സമീപിക്കുന്ന ഒരു നിലയാണ്. ഇപ്പോൾ ഈ തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ പരാതി കൂടി ഉൾപ്പെടുത്തി അതിലടക്കം കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ UDFനും ഇത് സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കും. UDFന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾക്കെതിരെ ഈ 2 MLA മാരായിരുന്ന ആളുകൾ KK ലതികയും ജമീല പ്രകാശവും ആരോപണം ഉന്നയിച്ചിരുന്നു. അവരാണ് ഈ പ്രകോപനം ഉണ്ടാക്കിയത്. തങ്ങളെ വനിതാ MLA മാരായിരുന്ന ആളുകളെ ചവിട്ടുകയും മർദ്ദിക്കുകയും പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ UDF നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നു, UDF MLA മാർക്കെതിരെ ഉണ്ടായിരുന്നു. ഈ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് മുതിർന്നാൽ, ക്രൈംബ്രാഞ്ച് ആ നിലയിലേക്ക് കടന്നാൽ അത് UDFനും വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് ഈ കേസ് ഒഴിവാക്കണം എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഫിജി, എന്തായാലും സർക്കാർ എന്തു നീക്കമാണ് ഇതിനോടകം ഈ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്? ഈ ദൃശ്യങ്ങൾ പലതും വിളിച്ചു പറയുന്നുണ്ട്. വളരെ വ്യക്തമായ തെളിവുകളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. കമലേഷ്, തീർച്ചയായും ഫിജി, ഈ വലിയ തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കേസ്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. അന്ന് MLA മാരായിരുന്ന CPMന്റെ അടക്കം നേതാക്കന്മാർ ഏത് നിലയിലാണ് അന്ന് ആ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രവർത്തിച്ചത് എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ ഈ അന്വേഷണ ഏജൻസിയുടെ മുന്നിലും അതുപോലെ തന്നെ കോടതിയുടെ മുന്നിലുമൊക്കെ ഉണ്ട് എന്നതിനാൽ തന്നെ ഈ കേസ് ഒരു തിരിച്ചടി തന്നെയായി CPMന് മാറും എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിന് സാധ്യത കുറവാണ്. ആ നിലയിൽ കൃത്യമായ അന്വേഷണവും ഈ ദൃശ്യങ്ങളടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടുമായിരിക്കും ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുക. അതോടൊപ്പം ഈ KK ലതികയും ജമീല പ്രകാശവും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കും കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. അവരെ തടഞ്ഞു വെക്കുന്നതും പിടിച്ചു വലിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളും ഉണ്ട് എന്നുള്ളതിനാൽ ആ കേസിലും കൃത്യമായൊരു അന്വേഷണം, അത് കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ LDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിലും അവർ നൽകിയിട്ടുള്ള UDF നേതാക്കൾക്കെതിരെ നൽകിയിട്ടുള്ള കേസിലും ഒരു തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഫിജി, ശരി കമലേഷ്.